ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാൻസ് ഹെൽത്തി വിസ്ക്. ഞാൻ സന്ധ്യ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ചീര കട്ട്ലറ്റാണ്. കട്ട്ലറ്റൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇതൊരു പുതിയ ഒരു റെസിപ്പിയാണ് ചീര കട്ട്ലറ്റ്. അപ്പം ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം നമുക്ക് ചീര കട്ട്ലറ്റിന് വേണ്ടത് ചീര കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. 4 ഉരുളക്കിഴങ്ങ്, വേവിച്ച ഉരുളക്കിഴങ്ങാണ്, 4 എടുത്തിട്ടുണ്ട്, ചെറുത്. പിന്നെ ഇത് വേണ്ടത് സവാള വേണം, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു അരമുറി ക്യാരറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കാണിക്കുന്നില്ല, എടുത്തിട്ടുണ്ട് ഞാൻ അരമുറി ക്യാരറ്റും. പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇഞ്ചി ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 4-5 അല്ലി, പച്ചമുളക് ഒരു പച്ചമുളകിന് എരിയുള്ളത് കൊണ്ട് ഞാൻ ഒരു പച്ചമുളകേ എടുത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു കൂട്ടുണ്ടാക്കണം. നമുക്കത് പാൻ എടുത്ത് വെക്കണം. അതിന് പാൻ എടുത്ത് വെച്ച് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ അതിനെ എടുത്തത്. 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ അത് എടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് എണ്ണയിലോട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സവാള, അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു സവാളയാണ് ഞാൻ എടുത്തത്, അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് എല്ലാം കൂടെ ഇളക്കി ഒന്ന് വഴറ്റി നമുക്കിതിനകത്തോട്ട് ഇനി ക്യാരറ്റ്, ഞാൻ അരമുറി ക്യാരറ്റ് മാത്രമേ എടുത്തുള്ളൂ, ഒത്തിരി എടുത്തില്ല. ചിലപ്പോൾ ഒരു മധുരം വരും ക്യാരറ്റ് ആയതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ അരമുറി ക്യാരറ്റ് മാത്രമേ എടുത്തുള്ളൂ. അത് തീരെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് അതിലെല്ലാം കൂടി നല്ലോണം നമുക്കൊന്ന് സോട്ട് ചെയ്യാം. നല്ലോണം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്കിനി ആദ്യമേ ഇടേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടി. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാല അത് ഒരു 1/2 ടീസ്പൂൺ, ഇത്രയും മതി. ഇച്ചിരി കളറിന് വേണ്ടി ഒരു കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വേണ്ടെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ. ഞാനൊരു ഇച്ചിരി ഇട്ടു. അതെല്ലാം കൂടെ ഒന്ന് വഴറ്റി നമുക്കിനി നമ്മുടെ അയമോദകം ഒരു പിഞ്ച്, ഒരു കയ്യിൽ ഇച്ചിരി നുള്ളെടുത്തിട്ട് നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം പൊടിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതും എല്ലാം കൂടെ നല്ലോണം വഴറ്റി ഇനി നമുക്ക് നമ്മുടെ ചീര എടുത്ത് അരിഞ്ഞ് വെച്ചിരുന്ന ചീരയും കൂടെ അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചീര ഇട്ട് കൊടുത്ത് എല്ലാം നല്ലോണം ഒന്ന് വഴറ്റി ആ ചീരക്കകത്തുള്ള വെള്ളമയം ഒന്ന് പറ്റി അതൊന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റണം. ഇപ്പോൾ ചീര ഒന്ന് വേവാൻ വേണ്ടി വേണമെങ്കിൽ അടച്ച് വെക്കാം കുറച്ച് നേരം. അപ്പോൾ എല്ലാം ഒന്ന് വെന്ത് നമുക്ക് കിട്ടും. അല്ലാതെ ഓപ്പണാക്കി ലിഡ് അത് അടച്ച് വെക്കാതെ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ആയാലും മതി. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ അപ്പോൾ അതിനകത്തുള്ള വെള്ളം ഇറങ്ങി അതങ്ങ് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒരു 5 മിനിറ്റിൻ്റെ ത്തേക്ക്. അപ്പം നല്ലോണം തുറന്ന് നല്ലോണം ഒന്ന് വഴറ്റി ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് പൊടിക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഞാൻ 4 ഉരുളക്കിഴങ്ങ് എടുത്തത് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചാക്കി ഇളക്കി എടുക്കണം. ഇനി നമുക്ക് അത് കട്ട്ലറ്റ് ആക്കാം. അതിന് ഞാൻ 2 മുട്ടയുടെ വെള്ള എടുത്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡിൻ്റെ പൊടി, അത് ബ്രെഡിൻ്റെ പൊടിയും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കൂട്ടും എല്ലാം കൂടെ എടുത്ത് വെച്ച് ഇനി നമുക്ക് ബോൾസാക്കി കട്ട്ലറ്റ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ആ കൂട്ടെടുത്ത് നല്ലോണം ബോൾസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇച്ചിരി വെള്ളം ആണെങ്കിൽ, നമ്മുടെ ആ കൂട്ടിനൊരു വെള്ളം മയം ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ബ്രെഡിൻ്റെ പൊടി ഇട്ട് അതിനെ ഒന്നുകൂടെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ എൻ്റെ അതിപ്പം കറക്റ്റ് പരുവാണ്. അപ്പോൾ അത് നല്ലോണം കൈവച്ചൊന്ന് വട്ടമാക്കിയിട്ട് 2 സൈഡ് നല്ലോണം വട്ടമാക്കിയിട്ട് പൊടിഞ്ഞു പോകാതെ നോക്കണം, പൊട്ടാതെ നോക്കണം. എന്നിട്ട് നമുക്ക് ആ മുട്ടയുടെ വെള്ളയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം.
അത് കോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മുട്ടയുടെ വെള്ളം എടുക്കുന്നത്. മുട്ട വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ മൈദ, ജസ്റ്റ് ഒന്ന് മൈദയോ കോൺഫ്ലോർ വേണമെങ്കിൽ എടുത്താൽ മതി. അത് എന്നിട്ട് നമുക്ക് ഈ ബ്രെഡിൻ്റെ പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം മറ്റേ കൈ കൊണ്ട് ഒരു സ്പൂൺ വെച്ചാണ് ആ ബ്രെഡിൻ്റെ, കാരണം ഇപ്പുറത്തെ കയ്യിൽ മുട്ടയായതുകൊണ്ട് അതെല്ലാം കൂടെ ബ്രെഡിൻ്റെ പൊടി എല്ലാം കൂടെ കയറി അങ്ങ് കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ മറ്റേ കൈ കൊണ്ടാണ് അതൊന്ന്, അപ്പം നമ്മുടെ അതുകൊണ്ട് അത്രയും പൊടിയൊന്നും കുഴയത്തില്ല. അപ്പം അങ്ങനെ നല്ലോണം 2 സൈഡ് നല്ലോണം കോട്ടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ എല്ലാം നല്ല വട്ടത്തിൽ നല്ല പരുവത്തിനായിട്ടുണ്ട്. അതിൽ ഒരെണ്ണേ ഉള്ളൂ എനിക്ക് ചെറുത് കിട്ടിയത്, ബാക്കിയെല്ലാം വലുതായിരുന്നു. കണ്ടില്ലേ, 2 സൈഡും നല്ലോണം കോട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒത്തിരി എണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ട, എന്നാൽ ആവശ്യത്തിന് അതൊന്ന് മുങ്ങിക്കിടക്കാൻ മാത്രം രീതിയിലുള്ള എണ്ണ ഒഴിക്കണം. ഒത്തിരി അങ്ങ് മുങ്ങിക്കിടക്കണ്ട, എന്നാൽ ഒന്ന് ജസ്റ്റ് ഒന്ന്. അപ്പം ഞാൻ എണ്ണ എടുത്തു, അതിനകത്തോട്ട് ഞാനിപ്പം എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അതിലിപ്പം നമ്മൾ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം അടുപ്പിച്ചിടല്ലേ, ഇച്ചിരി ഒന്ന് അകത്തി എല്ലാം ഒന്ന് ഇച്ചിരി ഇതാക്കി ഇടാവും. ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പിന്നെ അത് ഇളകാതെ ഒരു ഇതാവും. അപ്പോൾ എല്ലാം ഇങ്ങനെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇടാൻ. ഞാൻ നടുക്കും ഒരെണ്ണം വെക്കുവാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് 2 സൈഡിൽ നിന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ തിരിച്ചിടുമ്പോഴും ശ്രദ്ധിക്കണം, അതിൻ്റെ അടുത്ത ഒരു കട്ട്ലറ്റ് അപ്പുറത്തെ കട്ട്ലറ്റുമായിട്ട് ടച്ച് ചെയ്യാതിരിക്കുക. അപ്പോൾ അത് ചിലപ്പം വേണമെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പം അങ്ങനെ 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കരിഞ്ഞു പോകാൻ നോക്കണം. ഇപ്പോൾ എല്ലാം 2 സൈഡ്സ് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിനെ കോരിയെടുക്കാം. അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. വെളിവശം ക്രിസ്പി ആയിരിക്കും, അകം സോഫ്റ്റും ആയിരിക്കും. പിന്നെ മസാല നമ്മൾ കൂട്ട് തയ്യാറാക്കുമ്പം ഉപ്പ് ആവശ്യത്തിന് തന്നെ ആണോ എന്ന് നോക്കുക. അപ്പം ഞാൻ ചേർത്ത ഉപ്പ് കറക്റ്റായിരുന്നു. അപ്പം ഉപ്പ് വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ നോക്കണം. നല്ല പെർഫെക്റ്റ് കട്ട്ലറ്റാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത് ഹെൽത്തി ഒരു കട്ട്ലറ്റാണ്. എണ്ണ വേണ്ടെങ്കിൽ എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഇതാക്കി ഫ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ എല്ലാം കട്ട്ലറ്റും റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കട്ട്ലറ്റാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ എല്ലാം വീഡിയോസും നിങ്ങളിലെത്തും. അപ്പം ബൈ ബൈ.